മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ പരീക്ഷകൾക്കും നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ അല്ലെ. 7 മാർക്കിനാണ് ആസ്വാദനക്കുറിപ്പുകൾ നമ്മളോട് ചോദിക്കാറുള്ളത്. മലയാളം ഫസ്റ്റിലാണെങ്കിൽ മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പാഠപുസ്തകത്തിന് പുറത്തുള്ള ചോദ്യങ്ങളാണ്, പുറത്തുള്ള കൃതികളാണ് ആസ്വാദനക്കുറിപ്പിന് വേണ്ടി തയ്യാറുള്ളത്. പലപ്പോഴും മലയാള സെക്കൻഡിൽ പാഠപുസ്തകത്തിന്റെ ഉള്ളിലുള്ള കഥയോ കവിതയോ ഒക്കെ തന്നെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാറുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, എങ്ങനെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കുറെ കാര്യങ്ങളില്ലേ. അപ്പൊ എന്താണ് ആക്ച്വലി ആസ്വാദനക്കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ? ആസ്വാദനക്കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കൃതിയെ മനോഹരമായ ഭാഷയിൽ അതിന്റെ പ്രാധാന്യവും ആശയത്തെയും ഒക്കെ വിശദീകരിച്ചു കൊണ്ട് എഴുതുന്ന ഒന്നിനെയാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയാ. അപ്പൊ ഓരോ കൃതിയും വായിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അത് പലതരത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എവിടെ നമ്മൾ ഉൾപ്പെടുത്തണം? ഒരു ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തണം. അപ്പൊ അതിന്റെ ഘടനയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഫോമാറ്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഏത് പാഠമാണ് സെലക്ട് ചെയ്തതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ സ്മാരകം എന്ന് പറയുന്ന കവിതയാണ്. ഇനി നമ്മൾക്ക് പാഠപുസ്തകത്തിന് പുറത്തുള്ള ഒരു കൃതിയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നമ്മളോട് ചോദിക്കുന്നേന്നിരിക്കട്ടെ അല്ലെ. ഏത് കൃതിയാണെങ്കിലും നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിന് മുമ്പ് ഒരു 3 ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ചോദിക്കുക. എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്? ഈ കൃതി എന്താണ് പറയുന്നത് അല്ലെ, ഈ ഒരു കൃതി എന്താണ് നമ്മളോട് അല്ലെ ആശയവിനിമയം ചെയ്യുന്നത്, ഈ കൃതി എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അതാണ് അതിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2, 3, 4 ആവർത്തി അല്ലെ ആ ഒരു കൃതിയെ നമ്മൾ വായിക്കണം. അപ്പൊ പരീക്ഷ ഹാളിൽ ഇതിനൊക്കെ നമുക്ക് സമയം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കണം അല്ലെ. അപ്പൊ ആ കൃതി എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, അതാണ് അതിന്റെ ആശയം എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമത്തെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണ്? നമുക്ക് എന്താണ് അനുഭവപ്പെട്ടത് അല്ലെ, ഈ ഒരു കൃതി വായിച്ച സമയത്ത് നമുക്ക് എന്താണ് ഫീൽ ചെയ്തത്, നമ്മളുടെ അനുഭവമാണ് ആസ്വാദനക്കുറിപ്പിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെടാ? എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുക? അതിലെ ഭാഷ, വരികള്, പ്രയോഗങ്ങള്, ശബ്ദഭംഗി, വ്യാകരണപരമായിട്ടുള്ള പ്രത്യേകതകള്, ഇതൊക്കെ കൊണ്ടുകൂടെ നമുക്കത് ഇഷ്ടപ്പെടാലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കുള്ള ഉത്തരമായി വരുമ്പോൾ തന്നെ എന്തായി? ഒരു നല്ല ആസ്വാദനക്കുറിപ്പായി എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നല്ല ഭാഷയിൽ നമ്മൾ എഴുതണം. സൗന്ദര്യാത്മകമായ മനോഹരമായ ഭാഷയിലാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതിനിപ്പോ എന്തൊക്കെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഘടന ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ്? നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അല്ലെ, ഒരു തലക്കെട്ട് കൊടുക്കണം, അതിനുശേഷം ഒരു ആമുഖം കൊടുക്കണം. അതിനാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? കവിതയുടെ പേര്, കവിത എഴുതിയിരിക്കുന്നത് ആരാണ് അല്ലെ, എന്താണ് ആ കവിതയുടെ പ്രത്യേകത, എന്തിനെ കുറിച്ചാണ് ആ കവിത പറയുന്നത്, ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. വിഷയം, രചയിതാവ്, കൃതി, ഇത്രയും കാര്യങ്ങൾ എവിടെ കൊടുക്കണം? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. നമുക്ക് അറിയാവുന്ന കവിതയാണെങ്കിലും ഇനി അറിയാത്ത ഏതെങ്കിലും കൃതിയാണെങ്കിലും ഒക്കെ എന്താണ്, ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ആസ്വാദനക്കുറിപ്പിനെ പല പല വിഷയങ്ങൾ, ഉപവിഷയങ്ങളാക്കി നമ്മൾ മാറ്റണം. ഇതിന്റെ ആശയത്തെ പല പാരഗ്രാഫുകളാക്കി നമ്മൾ മാറ്റി എന്ത് ചെയ്യണം? വിശദമായിട്ട് എഴുതണം അല്ലെ. അതിൽ പ്രധാനപ്പെട്ട ആശയം, സന്ദേശം വേണം. വായനക്കാര് അല്ലെ ഇത് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങള് അല്ലെ, ഇതിൽ കാവ്യപരമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത്, പ്രത്യേകമായിട്ടുള്ള പദങ്ങള്, പ്രയോഗങ്ങള്, വാക്കുകളുടെ അർത്ഥം, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും കവിത, ഇത്തരത്തിലുള്ള ഏതെങ്കിലും കവിതകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് സൂചിപ്പിക്കാം. ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടെങ്കിൽ അങ്ങനെ മനോഹരമായ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു ആസ്വാദനക്കുറിപ്പ് അല്ലെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ള നമ്മുടെ അനുഭൂതി കൂടെ അല്ലെ, നമുക്കത് ഫീൽ ചെയ്ത കാര്യം. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്മാരകം എന്ന് പറയുന്ന കവിതയാണെങ്കിൽ അല്ലെ, അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ കുറിച്ചാണ് അത് പറയുന്നത്. ഇപ്പൊ ആരാ എഴുതിയത്? വീരാൻകുട്ടി മാഷാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അദ്ദേഹത്തിന്റെ അല്ലെ കുഞ്ഞു കുഞ്ഞു കവിതകളാണ് അദ്ദേഹം അല്ലെ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. നമ്മുടെ പ്രകൃതിയിലുള്ള അല്ലെ, നമ്മുടെ ചുറ്റുപാടുമുള്ള വലിയ അല്ലെ കാര്യങ്ങളുടെ പുറകെ പോവാതെ വളരെ ചെറുതായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളിലൂടെ അല്ലെ അവയെ നിരീക്ഷിച്ച് അല്ലെ, ഇപ്പൊ ഒരു കുഞ്ഞു പുല്ലിനെ കുറിച്ച് അദ്ദേഹം അതിജീവനം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പൂപ്പൻ താടി അല്ലെ, അപ്പൂപ്പൻ താടിയുടെ അതിജീവനമാണ് ആക്ച്വലി എവിടെ കാണുന്നത്? അതിന്റെ യാത്ര, അതിന്റെ ആത്മവിശ്വാസം ഒക്കെ നമ്മൾ ഈ കവിതയിൽ കാണണം. അപ്പൊ ചെറുതുകളിലൂടെ അല്ലെ വളരെ മഹത്തായിട്ടുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കവിയാണ് നമുക്ക് പറയാം അല്ലെ. അങ്ങനെ ഈ കവിത വായിച്ച സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സന്ദേശം എന്താണ്? ഈ ഒരു കവിത വായിച്ച സമയത്ത് അതായത് ഒന്നും നിസ്സാരമല്ല അല്ലെ. ഇപ്പൊ ചിറകില്ല, പറക്കാൻ ആകാശമില്ല, സ്വന്തമായ ആകാശം വിധിച്ചിട്ടില്ല എന്നൊന്നും കൊണ്ട് നമ്മുടെ അപ്പൂപ്പൻ താടി വെറുതെ ഇരിക്കില്ല. അത് അതിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്? പറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്?
നമ്മൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അല്ലെ, നമ്മൾ മറ്റുള്ള ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്തല്ലാതെ എന്ത് ചെയ്യണം, നമ്മളുടെ ഉള്ളിലുള്ള അല്ലെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട് എന്നും അങ്ങനെ ഒരുപാട് സന്ദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിത നമ്മളോട് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം, ഭാഷയുടെ ഭംഗി, അവതരണ രീതി, അതേപോലെ കാവ്യപരമായിട്ടുള്ള സവിശേഷത, ഇപ്പൊ വ്യാകരണപരമായ സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാം. സ്വന്തം അല്ലെ നമുക്ക് വിലയിരുത്തി നമ്മൾക്ക് ഈ ഒരു കവിതയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒക്കെ എവിടെ എഴുതാം, നമുക്ക് അവസാന ഭാഗത്ത് ഉപസംഹാര ഭാഗത്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ലഭിച്ചിടാം, 7 മാർക്കിനുള്ള ഉത്തരമായി അല്ലെ. അപ്പൊ സ്മാരകം എന്ന് പറയുന്ന കവിത ടീച്ചറുടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, പാഠപുസ്തകത്തിലുള്ളതായതുകൊണ്ട്. ഇതല്ലാതെ പാഠപുസ്തകത്തിന് പുറത്തുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാം, കൃതികളും നമുക്ക് ആസ്വാദനക്കുറിപ്പായിട്ട് ചോദിക്കാം. ക്ലിയർ ആണോ? ഇതേപോലെ നമുക്ക് കവിതകൾ മാത്രമല്ല, കഥകൾ ചിലപ്പോൾ ഏതാണ് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മണൽക്കൂനകൾക്കിടയിലൂടെ ചോദിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും കൃതിയായിരിക്കാം അല്ലെ, നമുക്ക് കുറെ ഉപപാഠങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്ന് പറയുന്നത് 7 മാർക്കിന്റെ ചോദ്യമാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക, അടിപൊളിയായിട്ട് എഴുതുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.